നല്ല കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണും അധ്വാനികളായ കർഷകരും തിരുവനന്തപുരം ജില്ലയ്ക്ക് പച്ചക്കറി ഉൽപാദനത്തിന് അനുകൂല സാഹചര്യങ്ങൾ ഏറെ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് പാലസിലാണ്. ഈ അടുത്ത കാലത്ത് ഈ പാലസും പരിസരവും സലിൽദാസും കുടുംബവും ഏറ്റെടുക്കുകയുണ്ടായി. ധാരാളം കുന്നുകളും മലകളും കൊണ്ട് പ്രകൃതിരമണീയമായ ഈ മേഖല ഈ കുടുംബാംഗങ്ങൾ ചേർന്നൊരു കാർഷിക മേഖലയായി മാറ്റിയെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പോത്തങ്കോട് കൊട്ടാരവും കൊട്ടാരത്തിന്റെ താഴ്വാരവും ശ്യാമസുന്ദര കേരളത്തിലെ പ്രകൃതിരമണീയമായ മലകളും കുന്നുകളും അരുവികളും നിറഞ്ഞ സ്ഥലം. മണ്ണും കൃഷിയും മറക്കുകയാണ് മലയാളി എന്ന് ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞാലും സലിൽദാസ് ഇത് സമ്മതിച്ചു തരില്ല. കാരണം 22 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിലെത്തി കൃഷി ആരംഭിക്കുകയും ആദ്യം ഒരു പരീക്ഷണം എന്ന നിലയിൽ ചെറിയ രീതിയിൽ കുറച്ചു സ്ഥലത്ത് കൃഷി ചെയ്തപ്പോൾ മികച്ച വിളവും കൂടുതൽ ആദായവും ലഭിച്ചു. ഇതിൽ നിന്നും ഊർജം കൊണ്ട സലിൽദാസ് കൃഷി സഹായിയും എക്സ്പേർട്ടുമായ ദാസന്റെ കൂടി സഹകരണത്തോടെ 15 ഏക്കറിലേക്ക് പിന്നീട് തന്റെ കൃഷി വ്യാപിപ്പിച്ചു. വാഴക്കൃഷിയുണ്ട്, റംബുട്ടാനും തെങ്ങ്, മറ്റേ എന്താ പറയുന്ന അതർ ടൈപ്സ് മരിച്ചീനി, മാവ്, പ്ലാവ്, പപ്പായ, quite other stuff even. Vegetables like last time നമ്മൾ ചെയ്തത് cauliflower, cabbage and vegetables, വെണ്ടയ്ക്ക, പടവലം, പാവയ്ക്ക, a lot of other things. മുളക്, പച്ചമുളക് കുറേ ഉണ്ടായിരുന്നു, സാമ്പാർ മുളക്, അങ്ങനെ കുറേ മുളക് ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ചില്ലീസൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. അതേ ടൈം ഈ സീസണിലും അതേ കണക്കിൽ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതർ ലൈക്ക് മത്തനും മറ്റേ സാധനങ്ങളും എല്ലായിട്ടും ഒരു ലോട്ട് ഓഫ് തിങ്സും കൂടെ ആഡപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സിൽ തോന്നലുകളുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള ഇതാണ് ഇപ്പോൾ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പയർവർഗ്ഗങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതേ തന്നെ റിപ്പീറ്റേഷൻ ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. ഇവിടെ കൃഷി പൂർണ്ണമായും ജൈവ രീതിയിലാണ്. നിലമൊരുക്കൽ, വിത്തിടൽ, കീടപ്രതിരോധം, ജൈവവള നിർമ്മാണം തുടങ്ങിയവയാണ് കൃഷിമുറകൾ. ഓരോ വിളയും കൃഷിയിടത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് വെള്ളത്തിന്റെയും വളത്തിന്റെയും ആവശ്യകത അനുസരിച്ചാണ്. പാവൽ, വെള്ളരി, പടവലം എന്നിവ ഒരു ഭാഗത്ത്, തക്കാളി, മുളക് തുടങ്ങിയവ മറ്റൊരു ഭാഗത്തും കൃഷി ചെയ്തു വരും. പയർ, വെണ്ട, കാബേജ് മറുഭാഗത്തും. ഏകദേശം 35 സെന്റിൽ വാഴ, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മഞ്ഞൾ, ഇഞ്ചി എന്നിവയും കൂടാതെ കാച്ചിൽ, ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്തു വരും. പച്ചക്കറി കൃഷിക്ക് പുറമെ വിവിധ ഇനം വാഴകൃഷിയും ഇവിടെ പരിപാലിക്കുന്നു. ഞാലിപ്പൂവൻ, ചിങ്ങൻ, നേന്ത്രൻ എന്നിവയാണ് പ്രധാന ഇനം. രോഗകീട നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ തികച്ചും ജൈവ രീതിയിലാണ്.
പച്ചക്കറികൾക്ക് സ്യൂഡോമോണസ്, ബിവേറിയ തുടങ്ങിയ ജൈവ നിയന്ത്രണ ഉപാധികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുറച്ചു വെള്ളം ഉപയോഗിച്ച് കൂടുതൽ സ്ഥലം നനയ്ക്കാം എന്നുള്ളതും അധ്വാനം തീരെ ഇല്ലാത്തതുമായ തുള്ളി നന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. രാസവളമൊന്നും നമ്മൾ ഇടാറില്ല. മറ്റുള്ള വളങ്ങളാണ് നമ്മൾ ഇടുന്ന, കമ്പോസ്റ്റ് വളങ്ങളൊക്കെയാണ് ഇടുന്നത്. അതെല്ലാം ഇട്ട് ഞങ്ങൾ അതിനെ വെള്ളമൊക്കെ ആ സമയത്ത് വെള്ളം കൊടുത്ത് കൃഷിയെല്ലാം ഒക്കെ ചെയ്ത് അതനുസരിച്ചാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ആരംഭ നടപടിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ പണിക്കിറങ്ങും. പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ 5 മണി വരെ നിൽക്കും. 5 മണിയൊക്കെ എന്ന് പറയുന്നത് വെള്ളമൊക്കെ അടിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ വെള്ളമൊക്കെ അടിച്ച് അതനുസരിച്ച് അതിനെ നോക്കി കണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ നാം കണ്ടതും കേട്ടതുമായ പൂക്കൾ കൊണ്ട് അലങ്കൃതമായ കൊട്ടാരത്തിലെ ഉദ്യാനത്തിന് പകരം ഇവിടെ പോത്തങ്കോട് കൊട്ടാരം കേരളത്തിന്റെ തന്നെ കൃഷിയുടെ രാജകൊട്ടാരമായി മാറുന്ന കാഴ്ച ഇനി വിദൂരമല്ല. അധ്വാനശേഷിയും മനസ്സുമുണ്ടെങ്കിൽ വിജയസാധ്യതയേറെയുള്ള ജീവിതമാർഗമാണ് കന്നുകാലി വളർത്തൽ. ഈ തിരിച്ചറിവാണ് തൃശൂർ കയ്പമംഗലത്ത് അനസി ഷാജി എന്ന കർഷക യുവതിയെ പശുപരിപാലന രംഗത്തേക്ക് കൈപിടിച്ചാനയിച്ചത്. ഇത് ഞങ്ങളുടെ വീടിന്റെ കൂട്ടായ്മയാണ്. കുടുംബത്തില് എല്ലാവരും ഈ ഫീൽഡിലും ഈ ജോലിയിലും ഏർപ്പെടുന്നവരാണ്. ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യേണ്ടി വന്നപ്പോഴാണ് കൂടുതൽ ഊർജത്തോടെ ഈ ഫീൽഡിലോട്ട് കാലെടുത്ത് വെക്കുന്നത്. ഭർത്താവ് നാട്ടിലില്ല, ഗൾഫിലാണ്. ആ സാഹചര്യത്തിൽ ഭർത്താവിന്റെ പിതാവിനോട് ചേർന്ന് ഈ ഫീൽഡ് ഇത്രയും ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞതിലാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. എനിക്ക് 2 മക്കളാണ്. ഒരാള് 6ാം ക്ലാസ്സിലും ഒരാള് 4ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇവരുടേതായ എല്ലാ കാര്യങ്ങളും വീടിന്റെ അകത്തെ കാര്യങ്ങളും നിയന്ത്രിച്ച് വെളുപ്പിന് 2 മണിക്ക് എല്ലാവരെക്കാട്ടും മുൻപ് എണീറ്റ് ഞങ്ങളുടെ ജീവിതം ഉണരുന്നത് ഉമ്മയിൽ നിന്നാണ്. ഉമ്മയാണ് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിക്കുന്നത്. ഇവിടെ HF, ജേഴ്സി ഈ മുതലായിട്ടുള്ള ഇനത്തിൽപ്പെട്ട പശുക്കള് ആണുള്ളത്. പിന്നെ HF തന്നെയുള്ള മോഴ ഇനത്തിൽപ്പെട്ട പശുക്കൾ ഇവിടെയുണ്ട്. അതിൽ ഒരു 22, 24 ലിറ്റർ, 28 ലിറ്റർ വരെ ഡെയിലി പാല് അളക്കുന്ന പശുക്കളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഇന്നവർ ഒറ്റയ്ക്കല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട്. HF, ജെഴ്സി തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾ മാത്രമേ ഈ ഡയറി ഫാമിലുള്ളൂ. ചൂടിൽ നിന്ന് പശുക്കളെ സംരക്ഷിക്കാൻ മേൽക്കൂര ഓല മേഞ്ഞിട്ടുണ്ട്. കൂടാതെ വേനൽ ചൂടിനെ ശമിപ്പിക്കാൻ തൊഴുത്തിൽ ഫാനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ വൃത്തിക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞ അനസി നിത്യവും 2 നേരം പശുക്കളെ കുളിപ്പിക്കുന്നതോടൊപ്പം തൊഴുത്ത് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കാറുമുണ്ട്. ഓരോ പശുവിനും സ്വതന്ത്രമായി പെരുമാറാൻ കഴിയുന്ന തരത്തിൽ വിശാലമായിട്ടാണ് ഈ ഡയറി ഫാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ഫാമിന്റെ നിർമ്മാണം അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഭർത്താവിന്റെ വലിയ കഴിവാണ്. ഭർത്താവിന്റെ
ഫ്രണ്ട്സുകളുടെ അടുത്തു നിന്നും ഡോക്ടർമാരുടെ അടുത്തു നിന്നുമുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഈ ഫാം ഇങ്ങനെ കെട്ടിപ്പോക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഭർത്താവിൻ്റെ സ്വന്തം റിസ്ക്കും അറിവും ഉപയോഗിച്ച് ഓരോ പൊസിഷനും എങ്ങനെ ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്ത് അത് മറ്റു പലരുമായിട്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇത്ര വേണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് റൂഫ് ഇത്ര വേണം, റൂഫിന് ഹൈറ്റ് ഇത്ര വേണം, ഓല വേണം എന്നുള്ളതൊക്കെ നിർദ്ദേശം നമ്മൾ സ്വീകരിച്ചത് അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ റബ്ബർ ഷീറ്റ് ഉപയോഗിക്കുന്നത് അത് പശുക്കൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. പശുവിൻ്റെ മൊത്തം ബാലൻസിനത് വളരെ ാണ്. അത് കാരണമാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ മിൽക്കിംഗ് മെഷീൻ ഉണ്ട്. കറവയ്ക്ക് ഓരോ സ്ട്രക്ചറിന്റെ അടുത്ത് നിന്നും ഓരോ പശുവിനെ അവയെ നീക്കാതെ തന്നെ കറന്ന് പാലെടുക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായി ക്രമീകരിച്ചിട്ടുള്ള ഈ ഡയറി ഫാമിൽ പശുക്കൾ കുടിക്കുന്നതിനനുസരിച്ച് വീണ്ടും നിറയുന്ന സെമി ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്കും കറവയന്ത്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഗോമൂത്രവും ചാണകവും രണ്ടായി വേർതിരിക്കപ്പെടുന്നു. അവിടെ നിന്ന് പമ്പ് ചെയ്ത് പുൽകൃഷിക്കായി ഉപയോഗിക്കുന്നു. 2 ഏക്കറിലാണ് CO3 ഇനത്തിൽപ്പെട്ട പുൽകൃഷി നടത്തിയിട്ടുള്ളത്. ശ്രീമതി അനസി ഷാജു ഇന്നത്തെ കേരള യുവ വനിതകൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും മാതൃകയാക്കാവുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അവരുടെ കഠിന ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന ഫാം ഇപ്പോൾ ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ശ്രീ ഷാജുവിൻ്റെയും ശ്രീ ഷാജിയുടെ പിതാവ് ഹംസക്കയുടെയും അക്ഷീണമായിട്ടുള്ള പരിശ്രമവും ശ്രമത്തിന് ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇതിവിടെ കാണാനായിട്ട് നമുക്ക് അവസരം വന്നിരിക്കുന്നത്. ഈ ഫാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്മളുടെ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ചേർന്നിട്ടുള്ള സവിശേഷമായിട്ടുള്ള നിർമ്മാണ രീതിയാണ് ഈ ഫാമിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതിന്റെ പശുക്കൾക്ക് നിൽക്കാനുള്ള തറയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ റബ്ബർ ഷീറ്റ് ഇട്ടതും വേണ്ടത്ര രീതിയിലുള്ള സ്ലോപ്പ് ഉള്ളതും മൂത്രം വീണ് കഴിഞ്ഞാൽ ഉടനെ ഒഴുകിപ്പോകാനും ചാണകം ഉടനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിലുള്ള വായുസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഈ ഷെഡിന്റെ 2 സൈഡും തുറന്നാണ് ഇരിക്കുന്നത്. കൂടാതെ മേൽപ്പരപ്പിലാണെന്നുണ്ടെങ്കിൽ വായു യഥേഷ്ടം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഷെഡ് വെച്ചിരിക്കുന്നത്. 50ഓളം പശുക്കളിൽ നിന്ന് ദിവസേന 400 ലിറ്ററോളം പാൽ ലഭിക്കുന്നു. 200 ലിറ്റർ പാൽ നിത്യേന മിൽമയ്ക്ക് നൽകുകയും ബാക്കിയുള്ള പാൽ ആവശ്യക്കാരായ അയൽക്കാർക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു 350-400 ലിറ്ററോളം പാല് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ പകുതി ശതമാനത്തോളം മിൽമയിലാണ് വിൽക്കപ്പെടുന്നത്. ബാക്കി നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോവുകയാണ് പതിവ്. അതിനല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ സെയിലും ചെയ്യുന്നുണ്ട്. പിന്നെ നെയ്യ്, തൈര്, മോര് ഇതിൻ്റെയൊക്കെ വിപണനം ചെറിയ തോതിൽ അത് നടക്കുന്നുണ്ട്. വ്യാവസായികമായ രീതിയിൽ പാലിന്റെ വിപണനം മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ ഗൃഹാന്തരീക്ഷത്തിലുള്ള വിപണനമാണ് നടക്കുന്നത്. എങ്കിലും അതിൽ നിന്നെല്ലാം മാന്യമായ വില നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചാണകം നമ്മൾക്ക് ബയോ പ്ലാന്റ് ഉണ്ട്. അതിലൂടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഊർജവും കിട്ടുന്നുണ്ട്. അതുകൂടാതെ അത് ഉണക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബാഗ് കണക്ക് 1 കിലോ ബേസിലുള്ള ബാഗ് കണക്കിനുള്ള സ്ലറിയും ചാണകവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ വലിയ വണ്ടി വന്ന് ചാണകം എടുത്തു പോകുന്നുണ്ട്. പശുക്കൾക്ക് പുറമെ നാടൻ കോഴി, ബാത്ത, ഗിനിക്കോഴി എന്നിവയും വളർത്തുന്നുണ്ട്. പശുപരിപാലനത്തോടൊപ്പം ചെറിയ രീതിയിലുള്ള കോഴി വളർത്തലും നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഇറച്ചിയും മുട്ടയും നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഇവിടെ നിന്നും ഇറച്ചിയുടെയും മുട്ടയുടെയും വിപണനവും നടക്കുന്നുണ്ട്. പുഷ്പകൃഷിയിലും അനസി സജീവമാണ്. മുല്ലയും ഓർക്കിഡുമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഫാമിനോടനുബന്ധിച്ച് വീടിന്റെ മുറ്റത്ത് മുല്ല, ഓർക്കിഡ്, മറ്റ് എല്ലാ ചെടികളും ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷത്തിന്റെ വരുമാനത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല, അതൊരു വീട്ടുമുറ്റ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു
കാര്യമാണ്. ദിവസവും രാവിലെ ഒരു 2 മണിക്ക് എണിക്കുന്നത് ഒരു വല്ലാത്ത വിഷയമാണ്. അത് നമ്മളുടെ പാലിന്റെ സ്റ്റോർ അനുസരിച്ച് നമ്മൾ ഇതില് കൂടുതൽ ആത്മവിശ്വാസം വരികയും അതിൽ നിന്ന് നമുക്കിതിന്റെ ജീവിതമാർഗമാണ് ഇതെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ഇത് വളരെ ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പശുക്കളെയും പശു പരിപാലന രംഗത്ത് വൃത്തി ഒരു വലിയ ഘടകമായി സ്വീകരിച്ചാൽ ഒരു പരിധിവരെ അസുഖങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്നും ഓരോ പശുവിന്റെ കണ്ണിൽ നോക്കി അവരുടെ തിളക്കം, കണ്ണിന്റെ തിളക്കത്തിൽ നിന്നറിയാം ആരോഗ്യമുണ്ടോ ആരോഗ്യക്കുറവുണ്ടോ, അങ്ങനെ നോക്കി അസുഖം ഓരോ പശുവിന്റെ അകട്ടിലും കയ്യിലും മേത്തും നമ്മുടെ കൈ ഒന്ന് തടവിയാൽ അവർക്ക് വല്ല രോഗമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത് നിയന്ത്രിച്ച് നമ്മൾക്ക് അതിനുള്ളൊരു വിൽ പവറോട് കൂടി നമ്മത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് ലാഭകരമായി തന്നെ നമുക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. മികച്ച യുവകർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള അനസി ഷാജി കാർഷിക കൈരളിക്ക് നൽകുന്ന സന്ദേശം വിയർപ്പ് ചിന്തി വെട്ടിപ്പിടിച്ച വിജയത്തിന്റേതാണ്.